ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ, സർവസ്തു. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇന്ന് വന്നത് ഏകാദശിയുടെ ഒരു കാര്യം പറയാനായിട്ടാണ്. കുറേ പേര് മെസ്സേജ് ഇടാറുണ്ട്, ഏകാദശി ഇന്നാണോ, അതായത് ജൂൺ 2-നാണോ ജൂൺ 3-നാണോ എന്ന് പറഞ്ഞിട്ട്. കലണ്ടർ പ്രകാരം ജൂൺ 2-നാണല്ലോ, എന്തുകൊണ്ടാണ് സ്വസ്തിക ജൂൺ 3-ന് ഇട്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൃക് പഞ്ചാംഗത്തിൽ പ്രകാരമാണ് പറഞ്ഞു തന്നത്. എന്താ വെച്ചാൽ നമ്മൾ ദശമി ചേർന്ന് വരുന്ന ഏകാദശി എടുക്കാറില്ല, അത് വർജ്യമാണ്. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നുണ്ട് ദശമി കലർന്നു വരുന്ന ഏകാദശി എടുക്കാറില്ല. എന്നാൽ നമ്മൾ ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശി, ദശമി ഏകാദശി ദ്വാദശിയാണല്ലോ, അപ്പോൾ ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശി നമ്മളൊക്കെ എടുക്കാം. പക്ഷെ ദശമി ചേർന്ന് വരുന്ന ഏകാദശി നമ്മൾ എടുക്കാൻ പാടില്ല. അത് ആസ് പെർ ദ സ്ക്രിപ്ചറിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറെ പേര് പറഞ്ഞു ഇന്നെടുത്തു പോയി, അതിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇപ്പൊ ദോഷം, ഒരു കാര്യത്തിലെ ദോഷവും ദോഷമില്ലായ്മയും തെറ്റും ശരിയൊക്കെ തീരുമാനിക്കണം ഭഗവാനാണ്. നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്താലും ഭഗവാൻ സ്വീകരിക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ ഭഗവാനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ 100 സ്റ്റെപ്പ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരും. ഭഗവാനാണ് പിന്നെ നമ്മളെ പിരിയാൻ പറ്റാതാവുക. അതായത് നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ അത് കിട്ടാതിരിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ മിസ് ചെയ്യും. അത് നമ്മൾക്ക് അറിയാനും സാധിക്കും. അതാണ് ഭഗവാന്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ കാരുണ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വസ്തികയിലെ ഗോപികോപന്മാർ കുറേ ഒരുപാട് ഒരു 4 വർഷങ്ങളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ കാണുമ്പോഴൊക്കെ ആര് സിൻസിയറായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഭഗവാനെ വേണ്ടിയിട്ട് ജീവിക്കുന്ന പല ആളുകൾക്കും ഇപ്പോൾ പല തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണുമ്പോഴൊക്കെ ഞാൻ എവിടെ പോയാലും ഓരോ ക്ഷേത്രങ്ങളിൽ പോയാലും ഒക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന നമ്മുടെ സ്വസ്തിയിലെ ഗോപികോപന്മാർ ആദ്യം എന്നോട് പറയണത് ഏകാദശി എടുക്കാൻ തുടങ്ങി. ഏകാദശി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടായി. ഇപ്പോൾ എൻ്റെ ചിന്താഗതികൾ, എൻ്റെ മനോഭാവം തന്നെ മാറി. ഇങ്ങനെയൊക്കെ. സ്വസ്തിക പ്ലീസ് എന്നെ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യോ? അമ്പിളി രാജേഷ് സ്വസ്തികയ്ക്ക് പേരിൽ അല്ലെങ്കിൽ എനിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നുമില്ല. എനിക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഒരാളെ ഒരു ഫ്രണ്ടായിട്ട് ചൂസ് ചെയ്യുന്നത് തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. അതായത് എനിക്ക് പേടിയാണ് എല്ലാവരെയും. അതായത് ആരാണ് ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും എന്നെ പോലെ ഉള്ള ആൾക്കാരെന്ന് തന്നെ എനിക്കറിയാം. എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ്. എല്ലാവരെയും പ്രത്യേകിച്ച് ഭഗവാനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരും ഒരേ മനസ്സോടുകൂടി കാണുകയും അങ്ങനെ പറ്റിക്കുക, വഞ്ചിക്കുക, ചതിക്കുക അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ല. അപ്പം ഞാൻ എല്ലാവരും അങ്ങനെ എൻ്റെ പോലെ കാണും. പക്ഷെ പല സിറ്റുവേഷനിലും എനിക്ക് വിഷമം ഉണ്ടാവണ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആളുകളുടെ ഉള്ളിലിരിപ്പ്. അതിപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും. അപ്പം എനിക്ക് എപ്പോഴും ഞാൻ എല്ലാവരിൽ നിന്നും ഡിസ്റ്റൻസ് പാലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേജിലാണെങ്കിലും എൻ്റെ പേരോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും എനിക്ക് പറയാൻ ഇഷ്ടമല്ല. എങ്ങനെയൊക്കെയോ ആളുകൾ തപ്പി എടുത്തിട്ട് അതിന് ചോദിക്കുകയാണ്. അല്ലാണ്ട് എന്നെ പേഴ്സണലി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. അത് എൻ്റെ മാത്രം പേഴ്സണലാണ്. അത് എനിക്ക് അങ്ങനെ തന്നെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അത് എനിക്കിഷ്ടമല്ല. ഭഗവാന്റെ കാര്യങ്ങൾ എനിക്ക് എല്ലാം പറയാൻ ഇഷ്ടമാണ്. ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ പറയാൻ ഇഷ്ടമാണ്. അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അതൊക്കെ ഭൗതികമാണ്, അതൊക്കെ അറിയാലോ, എല്ലാം ടെമ്പററി കാര്യങ്ങളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ആളുകളെ എടുക്കുന്നത്. മീൻസ് അപ്പോൾ എനിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പില്ല, ഒരു കൂട്ടായ്മ അങ്ങനത്തെ ഒന്നുമില്ല എനിക്ക്. അപ്പം ഞാൻ സ്വസ്തിക കാണുന്ന ആളുകൾ, ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നിട്ട് അത് നിങ്ങൾ ഒന്നായി സെറ്റായതാണ്. അല്ലാണ്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് ആകാൻ ഭഗവാൻ എനിക്കൊരു അവസരം തന്നു. എൻ്റെ ഭഗവാൻ എനിക്ക് ആ ഭഗവാന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കണം എന്ന് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭഗവാന്റെ ഗോപികോപന്മാരെ കണക്ട് ചെയ്യാനുള്ളൊരു പോയിന്റ് ആകാനായിട്ട് ഭഗവാൻ എന്നെ അനുവദിച്ചു. ആ സന്തോഷത്തിൽ ഞാൻ ജീവിക്കുകയാണ് ഇപ്പോൾ. അപ്പം
കുറേ പേര് മീൻസ് ഒരു ഗ്രൂപ്പായിട്ട് അവർ ഇതിലുള്ളവർ ചേർന്നിട്ട് എനിക്ക് കുറേ എന്താ പറയുക ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് അതും. കാരണം നമ്മുടെ കലിയുഗത്തിൽ എല്ലാം പ്രശ്നമാണ്. ഒരാൾക്ക് ഒരു കൂടുതൽ മീൻസ് എന്തെങ്കിലും നല്ലത് വന്നാൽ ഒക്കെ നമ്മൾ മനസ്സോടുകൂടി അത് സ്നേഹിക്കുക അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണ ആളുകളാവണം. അല്ലാതെ എന്തെങ്കിലും ഒരാളുടെ തെറ്റ്, എന്തെങ്കിലും ഒരാൾക്കൊരു തെറ്റ് കാണാൻ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമുള്ള എന്നുവെച്ചാൽ തെറ്റുകൾ എല്ലാവർക്കും പറ്റും. എല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റും. എല്ലാവർക്കും എല്ലാവർക്കും ഭഗവാനെ പോലെ ആവാൻ സാധിക്കില്ല. ഭഗവാന്റെ ചെയ്തികളെ പോലും നമുക്കിങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം മഹാത്മാക്കളുടെ ലൈഫ് വേറെയാണ്. അവര് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അവരെ ഭഗവാൻ കൊണ്ടുവന്നതാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ മീനിങ് ഉണ്ട്. എന്നിട്ട് അവർ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഭഗവാനിലേക്ക് ഉറപ്പായിട്ട് പോവുകയും ചെയ്യും. പക്ഷെ നമ്മളെപ്പോലുള്ള കേവല ജീവാത്മാക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കങ്ങനെ എന്താ പറയാ, നമുക്കങ്ങനെ ഒരിക്കലും ഒരാളെയും എന്താ പറയാ, ഒരാള് നല്ലതാണ്, ചീത്തയാണ്, മോശമാണ്, അങ്ങനെ ഒരാൾക്കും ആരെയും പറയാൻ എനിക്ക് ധൈര്യമില്ല. കാരണം ഞാൻ ഓൾ പെർഫെക്റ്റ് ആയാലല്ലേ മറ്റൊരാളെ പറ്റിയിട്ട് പറയാൻ ഉള്ള യോഗ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിച്ച് നിൽക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഒരു ഗ്രൂപ്പും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോളൂ. പക്ഷെ എപ്പോഴും മനസ്സിൽ കരുതുക, എല്ലാ ആളുകളും ഒരുപോലെ ആവില്ല, നമ്മളെപ്പോലെ ആവില്ല എല്ലാവരും. നമ്മൾ എവിടെയും നമ്മളൊരു ഡിസ്റ്റൻസ് എല്ലാവരിലും സൂക്ഷിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. നമ്മുടെ സേഫ്റ്റിക്ക്, അത് എല്ലാ രീതിയിലുള്ള സേഫ്റ്റിക്ക് നമുക്ക് നല്ലതായിരിക്കും. അവിടെ ഈ ഗ്രൂപ്പുകളിലൊന്നും ഒരു അമിതമായിട്ട് നമ്മൾ അങ്ങനെ കുറേ ഗ്രൂപ്പ്സ് അതിൽ ഇങ്ങനെ അമിതമായിട്ട് നമ്മളിങ്ങനെ അതിലും ഇൻവോൾവ് ആവരുത്. എല്ലാത്തിലും ഒരു ലിമിറ്റ് വെച്ച് പോയാൽ എല്ലാം നന്നായിട്ട് പോകും. നമ്മൾ ഓവറായിട്ട് എല്ലാത്തിലും ഇതായി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പ്രശ്നങ്ങളായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ തൃശ്ശൂർ ഗ്രൂപ്പ് ഉണ്ട്, സ്വസ്തികയുടെ, പിന്നെ എന്തൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഞാൻ സപ്പോർട്ട്, മീൻസ് എല്ലാവരും, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അവരെന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഗൂഗിൾ മീറ്റിൽ പോവും, സംസാരിക്കും. അതൊക്കെ എന്റെ സമയം നോക്കിയൊക്കെ ഞാൻ ചെയ്യലുണ്ട്. എന്നാലും ഞാൻ ഇതൊന്നും എന്റെ പേരിലൊന്നും ചെയ്യരുതേ. എല്ലാം ഇങ്ങനെ തനി വഴി പോകണം. അതായത് ഈ പൂന്താനം തിരുമേനിക്ക് കുറെ ഗ്രൂപ്പ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പൂന്താനം തിരുമേനി ജീവിച്ചു, അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തു, എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു, അദ്ദേഹം പോയി. മീരാഭായിയും അങ്ങനെ തന്നെ, അങ്ങനെ പോയി. എല്ലാം നമ്മള് മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടും അങ്ങനെ പോയി. പക്ഷെ ഇങ്ങനെ ഒരു മഹാത്മാവായി മാറി അയാൾക്ക് പിന്നെ കുറെ പ്രസ്ഥാനം ഉണ്ടാക്കാം, അതിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടാവുക, പിന്നെ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതിന് എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ ഒറ്റയ്ക്കാണ്. സ്വസ്ഥയ്ക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് കുറേ ഗോപികോപന്മാരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവർ വരും, സംസാരിക്കും, കൂട്ടുകാരാവും. ഞാൻ അവരിൽ ഒരാളാണ്. അതല്ലാതെ അങ്ങനെ മേലെ ഇങ്ങനെ ഇരിക്കുക, ആചാര്യമായിട്ടിരിക്കുക, എന്നിട്ട് എല്ലാവരും നമ്മൾ പറയണത് ഇങ്ങനെ കേൾക്കുക, അതൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ അവർ പറയണതും കേൾക്കാറുണ്ട്. അവർ പറയുന്നതിലുള്ള അവരിലെ നല്ല ഗുണങ്ങളും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു വലിയ ആചാര്യമായിട്ടോ അങ്ങനെ വലുതായിട്ടോ ഒന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിങ്ങളെപ്പോലെ ഒരാളായിട്ട്, നിങ്ങളിൽ ഒരാളായിട്ട്, ഗോപന്മാരിൽ ഒരാളായിട്ട് എനിക്ക് ഇങ്ങനെ പോകണം. ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഏകാന്ത ഭക്തിയാണല്ലോ ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിൽ. ഇങ്ങനെ കൂട്ടായിട്ട് പോകണം. സത്സംഗം നമുക്ക് എപ്പോഴും വേണം നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും നമ്മൾ സ്വന്തമായിട്ട് നാമം ജപിക്കണം, സ്വന്തമായിട്ട് പുസ്തകങ്ങൾ വായിക്കണം, അറിവ് നേടണം, നമ്മൾ സ്വന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം, ധ്യാനിക്കണം. എല്ലാം നമ്മളുടെ ഒരു ഏകാന്തത എവിടെയും സൂക്ഷിക്കണം. എന്നാ എല്ലാവരിലും കൂടുകയും ചെയ്യണം, എന്നാൽ നമ്മുടെ ഏകാന്തമായിട്ടുള്ള ഒരു ഭക്തി അത് നമ്മൾ തനി സൂക്ഷിക്കുകയും ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ള എല്ലാവരോടും. അപ്പോൾ നാളെയാണ് ഞാൻ ഏകാദശി എടുക്കുന്നത്. കാരണം ദശമി ചേർന്ന് വരുന്ന ഏകാദശി എടുക്കാൻ പാടില്ല എന്ന് ഗർഗ മഹാഭാഗവതത്തിൽ നമ്മുടെ രാധാറാണി തന്നെ നമ്മുടെ സഖിമാർക്ക്, നമ്മുടെ ഗോപികമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കൊല്ലം ഗ്രൂപ്പ് ഉണ്ടോന്ന്, കൊല്ലം ഗ്രൂപ്പ് ഇയാൾ അങ്ങോട്ട് തുടങ്ങുക, എന്നിട്ട് കൊല്ലത്തുള്ള ആളുകളെയൊക്കെ അങ്ങോട്ട് ചേർക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ. അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധം ഇല്ലാന്ന് വെച്ചാല് സ്വസ്തികയല്ലേ നിങ്ങളെ കണക്ട് ചെയ്തത്. ആ ഒരു സന്തോഷം, ആ സ്നേഹം, ആ നന്ദി മാത്രം മതി എനിക്ക് വേറെ ഒന്നും എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ഒക്കെ ഇട്ടല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്നാണ് സുബ്രഹ്മണ്യ സ്വാമിയോട് എനിക്കൊരു ആരാധന
ഇപ്പോ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിലെ സുരസൈന്യതപന്മാരിൽ ഞാൻ സ്കന്ദനാണ്. ആ 10ാമത്തെ അധ്യായത്തിലെ വിഭൂതി യോഗത്തിലെ ഭഗവാന്റെ തന്നെ ഒരു രൂപമാണ് സ്കന്ദൻ. അപ്പോ മയിൽപ്പീലി ചൂടാതിരുന്ന ഭഗവാൻ സ്കന്ദനാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് മയിൽപ്പീലി ചൂടാതിരുന്ന കൃഷ്ണൻ തന്നെയാണ് സുബ്രഹ്മണ്യ സ്വാമി എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറെ പഴയ ഞാൻ ആരാധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ചട്ടമ്പി സ്വാമികൾ, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ പേര് തന്നെ ഷൺമുഖദാസൻ എന്നാണ് കേട്ടോ. കുഞ്ഞൻ പിള്ള എന്നായിരുന്നു യഥാർത്ഥ പേര്. പിന്നെ അദ്ദേഹം ചട്ടമ്പി എന്ന് പറയുന്ന അദ്ദേഹം മെയിൻ ക്ലാസ്സിൽ നമ്മൾ ലീഡറില്ലേ, അങ്ങനെ ചട്ടമ്പി എന്നാ പറയാ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. പിന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ പേര് പിന്നെ അദ്ദേഹം ദീക്ഷാ നിയമമായിട്ട് ഷൺമുഖദാസൻ എന്നുള്ള പേര് സ്വീകരിക്കുക ചെയ്തത്. എന്നാലും അദ്ദേഹം എല്ലാത്തിലും എഴുത്തുകൂത്തുകളിലൊക്കെ ചട്ടമ്പി സ്വാമി എന്നാണ്, ചട്ടമ്പി എന്നാണ് അദ്ദേഹം എഴുതുക. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. കുട്ടികളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ജീവനായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ക്രിസ്തുമത ചേതനം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അദ്വൈത കാര്യങ്ങൾ, അദ്ദേഹത്തിന് കുറെ സിദ്ധികൾ ഉണ്ടായിരുന്നു. ഹഠയോഗമൊക്കെ നല്ല അസലായിട്ട് വശമായിരുന്നു അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നു ചിന്മുദ്രയെ കുറിച്ചിട്ടുള്ള രഹസ്യ സ്വാമി വിവേകാനന്ദന് പറഞ്ഞു കൊടുത്തത് തന്നെ ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ അങ്ങനെ ചട്ടമ്പി സ്വാമികൾ വിദ്യാധിരാജൻ എന്നാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് ഒരു പുസ്തകം അദ്ദേഹത്തിന് കൊടുത്ത 5 മിനിറ്റ് കൊണ്ട് ആ പുസ്തകം അത്രയും ഫുൾ അദ്ദേഹം പഠിക്കും. അദ്ദേഹത്തിന് 4 ദിവസം കണ്ടാണ് കൊടുത്തത്. ഒരു ശ്രീവിദ്യോപാസകനായിട്ടുള്ള ഒരു ആള് അദ്ദേഹത്തിന്റെ പാഠശാല മീൻസ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഗ്രന്ഥപുരയിൽ 4 ദിവസം അദ്ദേഹത്തിന് എന്തോ കൊടുത്തു. ആ 4 ദിവസം കൊണ്ട് അദ്ദേഹം ഫുള്ള് ശ്രീവിദ്യോപാസനൊക്കെ ഫുള്ള് പഠിച്ചിട്ട് ഇറങ്ങി വന്നു എന്നാ പറയണത്. അത്രയും ബുദ്ധി രാക്ഷസനാണ് ചട്ടമ്പി സ്വാമികള്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ, അദ്ദേഹം സുബ്രഹ്മണ്യ ഉപാസകനായിരുന്നു. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ജ്ഞാനത്തിന്റെയും അതായത് അറിവിന്റെയും ശക്തിയുടെയും ദേവനാണ് സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിക്കുന്നവർക്ക് ഒരുപോലെ അറിവുണ്ടാവും, അതായത് ജ്ഞാനവും ഉണ്ടാവും. അവർ ഭയങ്കര എന്താ പറയാ പവർഫുൾ ആയിരിക്കും, വീരശൂര പരാക്രമികളുമായിരിക്കും, സിദ്ധികളൊക്കെ ഉണ്ടാവും. മാത്രമല്ല സിദ്ധവൈദ്യത്തിന്റെ കൂടെ ദേവനാണ്, സിദ്ധവൈദ്യത്തിന്റെ ദേവൻ. അതായത് അഗസ്ത്യമുനിയാണ് നമ്മുടെ സിദ്ധവൈദ്യത്തിന്റെ ആചാര്യൻ എന്ന് പറയുന്നത്. ആ അഗസ്ത്യമുനിയുടെ ഉപാസകൻ, അഗസ്ത്യമുനി ആരെ ഉപാസിക്കണമെന്ന് പറഞ്ഞ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പൊ സിദ്ധ വൈദ്യന്മാരുടെ എല്ലാം ഉപാസനാമൂർത്തി എന്ന് പറയുമ്പോഴും അത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പൊ ബാലസുബ്രഹ്മണ്യ ഉപാസകനായിരുന്നു ചട്ടമ്പി സ്വാമികള്. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്ത് പോയപ്പോഴേക്ക് വലിയ സങ്കടമായിപ്പോയി. പന്മനയിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സമാധി സ്ഥാനത്ത് പോവാൻ എനിക്ക് പറ്റിയില്ല. അതിന്റെ അടുത്ത് തന്നെ ഒരു ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടാക്കി, പോകാൻ പറ്റിയില്ലെങ്കിൽ ഇനി പോകുമ്പോൾ എന്തായാലും പോകണം. അപ്പോൾ ഞാൻ ഗംഗാ ബുക്സിനോട് പറഞ്ഞിട്ട് ചട്ടമ്പി സ്വാമികളുടെ കുറെ പുസ്തകം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓരോന്ന് വായിക്കുമ്പോഴും ഒരു രസികപ്രിയനായിരുന്നു. എന്താ പറയാ, നർമ്മത്തിലൂടെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞും തരും. അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് പഠിക്കാൻ തന്നെ ഉണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ഇപ്പൊ 100ാമത്തെ അദ്ദേഹത്തിന്റെ ജന്മവാർഷികം കഴിഞ്ഞു, ഡെത്ത് ആനിവേഴ്സറി കഴിഞ്ഞു. ഡെത്ത് ആനിവേഴ്സറി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ 100ാമത്തെ ഡെത്ത് ആനിവേഴ്സറി കഴിയുമ്പോഴേ ചട്ടമ്പി സ്വാമികളുടെ മഹാത്മ്യത്തെക്കുറിച്ച് പുറം ലോകം കൂടുതലായിട്ട് അറിയുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ര. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എനിക്ക് എല്ലാം കൂടെ ഒരു കണക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. എനിക്കിപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനും ഒരു കാര്യമായി. ഇത് കേൾക്കണ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഇപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ആ സമാധി സ്ഥാനത്ത് അവിടെ പൂജകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥാനത്ത് അദ്ദേഹത്തിന് സ്മരിച്ചുകൊണ്ടുള്ള പൂജകളും കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് സനാതന ധർമ്മ പരിപാലനത്തിനായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ചട്ടമ്പി സ്വാമികൾ എന്തൊക്കെയാ പഠിപ്പിച്ചത് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്ഥലമായിട്ടൊക്കെ അത് യൂസ് ചെയ്യാം. പക്ഷെ അതൊന്നും അവിടെ ആരും അധികൃതര് അത് അങ്ങനെയൊന്നും ചെയ്യണില്ല എന്നാണ് ഞാൻ അറിയാൻ എനിക്ക് സാധിച്ചത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. അവിടെ അങ്ങനെ അല്ല, അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് ചട്ടമ്പി സ്വാമികളുടെ ആ സമാധി സ്ഥാനം പന്മനയിലുള്ള സ്ഥലത്ത് അവിടെ യാതൊന്നും അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറി ബർത്ത് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. അവിടെ എന്താ പറയാ, അദ്ദേഹത്തിന് രാവിലെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ സമാധി സ്ഥാനത്ത് പൂജ നടക്കുന്നുണ്ടെന്ന് കവിഞ്ഞ് അവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്വർത്ഥമായി മാറേണ്ടത് അത്യാവശ്യമാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് ആ സ്ഥലത്ത് നമ്മുടെ സനാതന ധർമ്മത്തെ പരിപാലിക്കാനുള്ളതായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടക്കമിടുക.
അത് ഞാനൊരു ഓർമ്മപ്പെടുത്തലായിട്ട് സ്വസ്തികയിൽ വന്നിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്നതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇൻറ്റ്യൂഷൻ ഞാൻ നിങ്ങളോട് പറയണതായിട്ടോ നിങ്ങൾ വിചാരിച്ചാൽ മതി. കാരണം അതിനുള്ള സമയമായി. അദ്ദേഹം എന്തൊക്കെയാണോ പറഞ്ഞത് അത് പ്രചരിപ്പിക്കാനുള്ള സമയമായി കഴിഞ്ഞു, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കൂടുതൽ പഠിക്കുക, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും ഗംഗാ ബുക്സ് നിന്ന് കിട്ടും. ഞാൻ ഗംഗാ ബുക്സിന്റെ നമ്പർ നിങ്ങൾക്ക് തരാം. എനിക്ക് സ്കന്ദപുരാണവും അതായത് സ്കന്ദ പുരാണമൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് പറഞ്ഞപ്പോൾ ഗംഗാ ബുക്സുകാർ എന്നെ നല്ല രീതിയിൽ സഹായിച്ചു. അവരെനിക്ക് കുറേ പുസ്തകങ്ങൾ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ എല്ലാ രീതിയിലും എനിക്ക് വളരെ ഹെൽപ്പായിട്ടാണ് ഗംഗാ ബുക്സ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഗംഗാ ബുക്സുകാര് എനിക്ക് എന്തൊക്കെ അറിവ് വേണമെന്ന് പറഞ്ഞാൽ അവർ അപ്പം തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ബുക്സ് ഒക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഗംഗാ ബുക്സിന്റെ നമ്പർ ഇടാം. കാരണം എൻ്റെ കയ്യിൽ കാണുന്നില്ല നമ്പർ, ഞാൻ ഇട്ട് തരാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ ആയിട്ടുള്ള അതായത് അദ്ദേഹത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള അതിൽ പഴനി എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തെ കുറിച്ചിട്ട് വലുതായിട്ട് അറിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലം വരെ. പക്ഷെ ഇപ്പൊ ഞാൻ പഴനിയെ കുറിച്ചിട്ടും പഴനിയിലെ ആ നവപാഷാണ വിഗ്രഹത്തെ കുറിച്ചിട്ടും പിന്നെ ആ ഭോഗരെ കുറിച്ചിട്ടും അതുമായിട്ട് അങ്ങനെ ആ പഴനി എന്ന് പറയുന്ന ക്ഷേത്രത്തുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് ഒരു 4 വർഷം മുന്നേ ഞാൻ ഈ സ്വസ്തിക പേജ് ആരംഭിക്കുമ്പോൾ ഞാൻ കുമാരി ഖണ്ഡത്തിനെ കുറിച്ചിട്ടൊരു ആർട്ടിക്കിൾ എഴുതിയായിരുന്നു. അതിങ്ങനെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വരുമ്പോൾ ഒന്നൊന്ന് മറ്റതിലേക്ക് പോകും, അടുത്തൊന്ന് അടുത്തേക്ക് പോകും. അങ്ങനെ പഠിച്ച് വന്നപ്പോഴാണ് പണ്ട് ലേമുറിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു ഭൂഖണ്ഡം അത് അപ്രത്യക്ഷമായിട്ടുണ്ട്. അതിന്റെ പേര് കുമാരി ഖണ്ഡം എന്നായിരുന്നു. അത് എങ്ങനെയോ ഇതുപോലെ സുനാമിയോ എന്തോ വന്നിട്ട് അപ്രത്യക്ഷമായൊരു ഭൂഖണ്ഡമായിരുന്നു. ആ ഭൂഖണ്ഡത്തിലുള്ള ആളുകൾ ഇപ്പോൾ സ്പ്രെഡ് ആയിട്ടാണ് കിടക്കുന്നത്, പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ആയി പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ശരിക്കും സുബ്രഹ്മണ്യന്റെ അധീനതയിലുള്ള ഒരു ഭൂഖണ്ഡമായിരുന്നു. അവിടെയുള്ള ആളുകളിൽ നിന്നാണ് സിദ്ധവൈദ്യം ഇപ്പോൾ ലോകമാകെ പ്രചരിക്കപ്പെടുന്നത്. സിദ്ധവൈദ്യന്മാരായിരുന്നു അവർക്ക് പലതരം കഴിവുകൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് കാണുന്നില്ലേ, അമ്പലങ്ങൾ, അതൊന്നും സാധാരണ ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് നിങ്ങളൊന്ന് ആ അമ്പലങ്ങളിൽ പോയി നോക്കിയാൽ അറിയാം. ഇപ്പൊ നമ്മൾ താജ്മഹലിനെയും കുത്തബിനാറിനെയും ഒക്കെ വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാളും എന്താ പറയാ അമേസിംഗ് ആയിട്ടുള്ള സൃഷ്ടികളാണ് ഈ തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചിദംബരം കണ്ടിട്ടുണ്ടോ? ചിദംബരം അവിടേക്ക് ഒന്ന് പോണം. 64 നൃത്തത്തിന്റെ എന്താ പറയാ ആ പൊസിഷൻസ് 108 പൊസിഷൻസ് നൃത്തത്തിന്റെയൊക്കെ അത് കല്ലിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ സാധാരണ ഒരാളുകൾക്ക് ചെയ്യാൻ പറ്റില്ല, അതും ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുന്നേ. ഭഗവാന്റെ കൈവപ്പുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സിദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സിദ്ധി അവർക്ക് കിട്ടിയതിന് കാരണം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉപാസന കൊണ്ടാണ്. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമിയെ ഉപാസിച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളായിരുന്നു കുമാരി ഖണ്ഡത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നൊക്കെയുള്ള ഒരു അറിവ് അത് അറിയാൻ സാധിച്ചു. അത് ഞാൻ 2019 ഈ കാര്യമൊക്കെ ഞാൻ റിസർച്ച് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ഇൻറ്റ്യൂഷൻസ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ പിന്നെയും ഞാൻ സുബ്രഹ്മണ്യനെ കുറിച്ചിട്ട് പിന്നെയും പറയാണ്. അപ്പൊ എനിക്ക് അറിയില്ല എന്തിനാണ് സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ച് എന്നോട് പറയിപ്പിക്കുന്നത്, എന്നെ എന്തിനാണ് അതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴാണ് ഈ രജിത് കുമാർ എന്ന് പറയുന്ന ഒരു സാറ്, അദ്ദേഹം പുറം ലോകങ്ങളിൽ മീൻസ് പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് സുബ്രഹ്മണ്യനെ കുറിച്ചിട്ടും പഴനി ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും അവിടുത്തെ നവപാഷാണ വിഗ്രഹത്തെ കുറിച്ചിട്ടും ആ വിഗ്രഹത്തിന് ഇപ്പൊ ഉണ്ടാവുന്ന കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്, അത് പോകും, അതിന് കേട് പറ്റി കഴിയുമ്പോൾ അതിന്റെ വേറൊരു വിഗ്രഹം, ഈ വിഗ്രഹം ഉണ്ടാക്കിയത് ഭോഗർ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം സുബ്രഹ്മണ്യന്റെ പരമഭക്തനാണ്, അഗസ്ത്യമുനിയുടെ പ്രഥമ വലിയ ഒരു ശിഷ്യനുമാണ്. ആ ഭോഗരാണ് ഈ 9 വിഷക്കൂട്ടുകള് ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തിട്ടാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കല്ലിലുണ്ടായ വിഗ്രഹം അല്ല പഴനിയിലുള്ളത്, ഈ പാഷാണ്. അതായത് വിഷം കൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കുക, എന്നാൽ ആ വിഷത്തിലൂടെ ഒലിച്ചു വരുന്ന അഭിഷേകം, അതാണ് നമ്മൾ പഞ്ചാമൃതം എന്ന് പറയുന്നത്. ആ പഞ്ചാമൃതം ഭഗവാന്റെ ശരീരത്തോടെ ഒലിച്ചു വരുമ്പോൾ ആ പഞ്ചാമൃതം നമ്മൾ സേവിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് പല രോഗങ്ങൾക്കുള്ള മരുന്നുമാണ്. ഒന്ന് നോക്കൂ, ഒരു പാഷാണ്, അത് വിഷം കൊണ്ട് വിഷത്തിനെ പോലും
എന്താ പറയാ മരുന്നാക്കി മാറ്റിയിരിക്കുക. ഒരു കെമിസ്ട്രിയുടെയൊക്കെ തന്നെ ഒരു എന്താ പറയാ ഗന്ധകവും ദ്രവ്യവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കില്ലേ, അതിന്റെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് അപ്പൊ കെമിസ്ട്രിയുടെയൊക്കെ എന്താ പറയാ ഏറ്റവും വലിയ കെമിസ്റ്റാണ് ബോഗർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ ആളുകൾക്ക് ഉള്ളതിനേക്കാളും വലിയ റിസർച്ചാണ് മരുന്ന് കൂട്ടുകളിൽ നടത്തിയിരിക്കുന്നത്. പഴയ ആളുടെ ആ സിദ്ധിയാണ് നമുക്കൊന്നും അതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇപ്പൊ പല മരുന്നുകളും കണ്ടുപിടിക്കുന്നുണ്ട്, എല്ലാം കണ്ടുപിടിക്കുന്നെങ്കിൽ പോലും അതിനേക്കാളും മുന്നേ ഇപ്പോഴത്തെ ഉള്ള എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാണ്ട് അദ്ദേഹം 9 വിഷം കൊണ്ടിട്ട് ഔഷധം ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് ആ ഔഷധം എങ്ങനെയാ നമുക്ക് തരണമെന്നറിയോ? അതിലും ദൈവീകത കൽപ്പിച്ചു. സുബ്രഹ്മണ്യ സ്വാമിയാണ് അദ്ദേഹത്തിന് ഈ അറിവ് പകർന്നു കൊടുത്തത്. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമിയുടെ തന്നെ വിഗ്രഹം ഉണ്ടാക്കി അതുകൊണ്ട്. എന്നിട്ട് എങ്ങനെയാ അത് ഇനി ഭക്തജനങ്ങളിൽ എത്തിക്കുക? ആ മരുന്ന് അദ്ദേഹത്തിന് അഭിഷേകം ചെയ്യണ അതില് ആ മരുന്ന് ഒട്ടി വരും. എന്നിട്ട് അത് കഴിക്കണവർക്ക് ആ രോഗശാന്തി ഉണ്ടാവുക. വല്ലാത്തൊരു എന്താ പറയാ, അതില് ഭക്തിയുണ്ട്, അതിൽ അറിവുണ്ട്, അതില് എല്ലാം ഉണ്ട് കേട്ടോ. ആരാധനയുണ്ട്. അങ്ങനെയാണ്. അതാണ് പഴനിയിലെ വിഗ്രഹം എന്ന് പറയുന്നത്. ആ പഴനിയിലെ വിഗ്രഹത്തിന്റെ ചോട്ടിൽ തന്നെ ഈ ബോഗറുടെ സമാധിസ്ഥാനം ഉണ്ട്. അദ്ദേഹം ഇപ്പോഴും സൂക്ഷ്മ ശരീരിയായിട്ട് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 2ാമത്തെ വിഗ്രഹം പ്രതിഷ്ഠിക്കണം. ഈ 2ാമത്തെ വിഗ്രഹം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അത് എടുക്കാൻ യോഗ്യതയുള്ള ആള് വരണം, എന്നാലേ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അദ്ദേഹം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുറലോകത്തെ എത്തിക്കാനായിട്ട് ഒരു നിയോഗം പോലെ ഒരു മനുഷ്യൻ ഉണ്ടാവാണ്. രജിത് കുമാർ എന്ന് പറഞ്ഞ ഒരു ആള്. ഞാൻ റീസെന്റ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എനിക്ക് ദീപ ചേച്ചിയാണ് ആദ്യം അയച്ചു തരുന്നത്. പാർക്കുട്ടി ഇങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ച് കഥ പറഞ്ഞില്ലേ, ഒന്ന് കേട്ടു നോക്കൂ ഇദ്ദേഹത്തിനെ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടു. 3-4 വീഡിയോസ് കേട്ടപ്പോ എനിക്ക് പണ്ടുണ്ടായ കുമാരിഗണ്ണത്തിന്റെ ഇൻറ്റ്യൂഷൻസും എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോ എന്തൊക്കെയോ സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്തൊക്കെയോ ആളുകളോട് പറയാനുണ്ട്. എന്റെ വിഗ്രഹം മാറ്റി പ്രതിഷ്ഠിക്കാൻ സമയമായി, അത് എടുക്കാനുള്ള സമയമായി എന്നൊക്കെ എന്തൊക്കെയോ. അപ്പോ ഞാൻ ഈ റീസെന്റ് മോജിത ചേച്ചി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യണതും ഞാൻ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വന്നു. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം എനിക്ക് ഗംഗാ ബുക്ക് സാർ അയച്ചു തന്നു. ഇതാണ് ആ പുസ്തകം. അതായത് യുഗപ്പിറവിക്ക് മുമ്പിൽ രജിത് കുമാർ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇപ്പൊ 3ാമത്തെ പതിപ്പോ 4ാമത്തെ പതിപ്പോ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ്, അദ്ദേഹം നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ്, യോഗിയൊന്നല്ല, സിദ്ധനൊന്നുമല്ല. നമ്മളെ പോലെ സാധാരണ ആയിട്ടുള്ള ഒരാൾക്ക് മുരുകസ്വാമി കുറച്ച് ഇൻറ്റ്യൂഷൻസ് കൊടുക്കുന്നു. ആ മുരുകസ്വാമിയെ സ്നേഹിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് കുറെ എന്താ പറയാ അറിവുകൾ കിട്ടുന്നുണ്ട്, കുറെ ആളുകളുടെ സ്നേഹം കിട്ടുന്നുണ്ട്, സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അദ്ദേഹം ഇപ്പൊ തന്നെ ഈ കുമാരി ഗണ്ണം എന്ന് പറയുന്ന രാജ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ആ പിൻഗാമികളെ തേടിയുള്ള യാത്രയിലായിരുന്നു. അദ്ദേഹം ഒരു പ്രസ്ഥാനം ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്, LMRK എന്ന് പറയുന്നത് ലയൺ മയൂര്യ റോയൽ കിങ്ഡം. അതായത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ യുഗം ഇനി വരും എന്നാണ് പറയുന്നത്. അതായത് സുബ്രഹ്മണ്യ സ്വാമിയുടെ യുഗം ഇനി വരും. അപ്പോ എനിക്ക് തോന്നുന്നു അറിവിന്റെ ശക്തിയുടെ ഒക്കെ ഒരു യുഗം. അങ്ങനെ ഒരു യുഗം വരുമ്പോ ഇനി ഭാരതം വലിയൊരു ലെവലിലെത്തും എന്നാ പറയുന്നത്. ഭാരതത്തിനെ പിടിച്ചാൽ കെട്ടാത്ത ഒരു ലെവലിലേക്ക്, അതായത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോണെങ്കിൽ ആ രാജ്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്താം. അതായത് സിദ്ധവൈദ്യത്തില് രോഗശാന്തിയാണല്ലോ എല്ലാവർക്കും പേടി, മരിക്കുമോ എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള പേടി. വലിയ രോഗങ്ങൾ വന്ന് മരിക്കും. അപ്പൊ ആ രോഗങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഭയങ്കര അറിവുകള് ഈ ഭാരതത്തിൽ ഉണ്ടാവാൻ പോവാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നുള്ള ട്രീറ്റ്മെന്റിലൂടെ പല രോഗങ്ങൾക്ക് ശാന്തി ഉണ്ടാവാൻ പോവാണ്. അപ്പൊ അത് നമ്മളെ ഭാരതത്തെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കും ഒരു 10 വർഷം കൊണ്ട്, ഇനിയുള്ള ഒരു 10 വർഷം കൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വേണം. അപ്പൊ അത് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാനിങ്ങനെ കാഷായ വസ്ത്രവും ധരിച്ച് അങ്ങനെ നടക്കണുള്ള ആളൊന്നും അല്ല. ഞാനൊരു ഭൗതികമായിട്ട് ജോലിയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് സിനിമ പിടിക്കണമെന്നൊക്കെ ആഗ്രഹം കൊണ്ട് നടന്നിരുന്ന ഒരാളാണത്രേ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെന്നെ ഇപ്പൊ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കണം, എനിക്ക് മറ്റേ IAS ആവണം, കളക്ടർ ആവണം. പിന്നെ അത് നടക്കാതെ വന്നപ്പോ എനിക്ക് ഇങ്ങനെ വലിയ എന്താ പറയാ ഇങ്ങനെ വലിയ പാഷനേറ്റ് ആയിരുന്നു ഞാൻ.
അപ്പൊ ആ പാഷൻ നിന്ന് മാറി എന്റെ പാഷൻ ഭഗവാനാണെന്ന് അതെല്ലാമായ പരിപൂർണമായ സത്യം അദ്ദേഹമാണെന്ന് മാറ്റി തന്ന ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ അദ്ദേഹത്തിന് ആ ഭൗതികപരമായ ലക്ഷ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ ലക്ഷ്യം ഉണ്ടെന്ന് മുരുകസ്വാമിയാണ് കാണിച്ചു കൊടുത്തത്. അത് അദ്ദേഹം പുസ്തക രൂപേണ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഒരു ജീവനക്കാരനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്, കേരള സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. എന്നിട്ട് അതെല്ലാം നിന്നുകൊണ്ട് അദ്ദേഹം ഇപ്പോ മുരുകനെ കുറിച്ചിട്ടുള്ള റിസർച്ചിലാണ്. ഈ കുമാരി ഖണ്ഡം, അതുപോലെ പഴനിയിലെ ഈ വിഗ്രഹത്തിന്റെ ഉള്ള കാര്യങ്ങള് അദ്ദേഹത്തിനെ ഇൻഡയറക്ട്ലി മുരുകസ്വാമിയും പിന്നെ ഈ ഗുരുക്കന്മാരായ ഭോഗര് അവരൊക്കെ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. ഒരു ഇൻറ്റ്യൂഷൻസ് കൊണ്ട് അദ്ദേഹത്തിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു സഹായം എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് സഹായം അഭ്യർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയാം. നമുക്ക് ഒരാളുകളെയും പരിപൂർണമായിട്ട് വിശ്വസിക്കാനോ പരിപൂർണമായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷേ കേട്ടറിഞ്ഞതോടത്തോളം അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ എനിക്കൊരു സത്യസന്ധത തോന്നിയോണ്ടും പിന്നെ ഇതേ ഇൻറ്റ്യൂഷൻസ് എനിക്കും വരുന്നതുകൊണ്ട്, അതായത് സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹത്തിന്റെ കഥകൾ പറയാൻ പറയുക, ഇതുപോലെ അദ്ദേഹത്തിനെ പൂജിച്ചിരുന്ന ഉപാസിച്ചിരുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നില് ജനിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ എനിക്കും തോന്നുന്നത് കൊണ്ട്, ഒരേ സമയം തന്നെ ഇത് എനിക്കും തോന്നുന്നത് കൊണ്ട് ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാണ്, ഇദ്ദേഹത്തെ കുറിച്ചും പറഞ്ഞു തരാണ്. നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് മെസ്സഞ്ചറിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, കൂടുതൽ അദ്ദേഹത്തിനോട് ഡീറ്റെയിൽസ് ചോദിക്കാം. ഈ പുസ്തകം എല്ലാ ബുക്ക് സ്റ്റോളിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആ ബുക്ക് സ്റ്റോളിലൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് അത് മേടിക്കാം. പക്ഷെ എന്തായാലും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ഭഗവാന്റെ ഒരു നിയോഗം. എനിക്കും അതിലൊരു പാർട്ടാവാൻ സാധിച്ചതിൽ ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു. അതായത് ഇങ്ങനെയുള്ള സുബ്രഹ്മണ്യന്റെ പരമഭക്തനായ ഒരാളെ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഞാൻ അധികം ഇപ്പൊ ഒരു വർഷമായിട്ടേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറിയാലോ അവിടുത്തെ ആളുകളുടെ. അതുകൊണ്ട് അദ്ദേഹം മൊത്തത്തിൽ പുറത്തുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തതും. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് കൂടുതൽ സപ്പോർട്ട് കിട്ടിയതും. അപ്പൊ ഇപ്പോഴാണ് അദ്ദേഹം അത് പറയാൻ തുടങ്ങിയത്. പറയാൻ തുടങ്ങിയപ്പോ തന്നെ സുബ്രഹ്മണ്യ സ്വാമി വന്നിട്ട് ഇങ്ങനെ ഓരോ ആളുകളെ കണക്ട് ചെയ്തിട്ട് ആളെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ശരിക്കും നല്ലതായിരിക്കാം. അതുകൊണ്ടായിരിക്കും എനിക്കും ഇത് പറയാൻ തോന്നിയത്. അല്ലാതെ അവിടെ നിന്ന് എനിക്ക് ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് എനിക്ക് ഒന്നുമില്ല. മാത്രമല്ല ഇപ്പൊ ഞാനിപ്പോ സ്കന്ദം പുരാണം അതിലെല്ലാ പുരാണവും ഞാൻ ഇപ്പൊ വായിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ച് അറിവ് നേടിക്കൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് അദ്ദേഹത്തിനെ ഉപാസിച്ചിട്ടുള്ള വലിയ വലിയ ആളുകളെ പറ്റിയിട്ടൊക്കെ അറിയാൻ തുടങ്ങിയപ്പോ നമ്മുടെ ഇവിടെ ഞാൻ ഇപ്പൊ വെറുതെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇദ്ദേഹം പറയണൊക്കെ സത്യമാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു വീഡിയോ വരും. ഇപ്പൊ ഞാൻ ഈ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞ് ഇദ്ദേഹത്തിനോട് സംസാരിച്ചും കഴിഞ്ഞ് ഇത് ഞാൻ സ്വസ്തികയിൽ പറയണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്റെ മാതാജി എനിക്കൊരു ലിങ്ക് ഇട്ടുന്നു. ആ ലിങ്കിൽ ഒരു ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ അത് ലിങ്ക് തുറന്നു നോക്കുമ്പോ പെരളശ്ശേരി അമ്പലം, പെരളശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കണ്ണൂരുള്ള ഒരു അമ്പലമാണ് പെരളശ്ശേരി. ആ ക്ഷേത്രത്തെ കുറിച്ചുള്ള വീഡിയോ ആണ്. ആ വീഡിയോയില് ശ്രീരാമസ്വാമിയെ കുറിച്ച് പറയേണ്ട, അതായത് ഹനുമാൻ സ്വാമി പൂജ ചെയ്യുന്ന അമ്പലം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയെങ്കിലും അതിൽ പറയുന്നുണ്ട് ശ്രീരാമനും ലക്ഷ്മണനും സുബ്രഹ്മണ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള ക്ഷേത്രമാണ് പെരളശ്ശേരി. അപ്പൊ അവിടെ സുബ്രഹ്മണ്യം വന്നു. എന്റെ മാതാജി കൃഷ്ണന്റേത് മാത്രമേ എനിക്ക് അയച്ചു തരാറുള്ളൂ. ആ മാതാജി ആ ലിങ്ക് എന്തിനിട്ടു, സുബ്രഹ്മണ്യ സ്വാമി കണക്ട് ചെയ്തിട്ടുള്ള ലിങ്ക് എന്തിനിട്ടു? അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇത് പറയേണ്ട കാര്യമാണ്. ഇത് ആരെയൊക്കെയോ കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് പറയേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നി. അല്ലാണ്ട് ഭഗവാൻ വന്നിട്ട് നമ്മളോട് പറയില്ലല്ലോ. കാരണം എനിക്ക് അതിനുള്ള പുണ്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് ഉണ്ടാവാം, പക്ഷെ എനിക്ക് അതിനുള്ള ഒരു പുണ്യവും ഇല്ല. ഞാൻ ഒരു പുണ്യവും അതിനു വേണ്ടി ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഇൻറ്റ്യൂഷൻ തരുന്നത്. അപ്പൊ അങ്ങനെ പറയാനുള്ള കാര്യം, ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് ഇനി പുറത്തേക്ക് വരണം. ചട്ടമ്പി സ്വാമികളെ കുറിച്ചൊരു കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് തരാൻ ഞാനും ശ്രമിക്കാം. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭഗവാന് നമ്മൾ എന്ത് ചെയ്താലും ഭഗവാൻ നമ്മളെ മിസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളത് ചെയ്യാതിരുന്നാൽ ഭഗവാൻ നമ്മളെ മിസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കഥ ഇപ്പൊ റീസെന്റ് എനിക്കൊരു ഒരു വീഡിയോ ഒരാൾ അയച്ചു തന്നു, ഒരു ചേച്ചി അയച്ചു തന്നു. അതില് പറയണ ഒരാള് ഒരു കഥ ഇത് പറയാണ്. അതായത് ഒരു സ്ഥലത്ത് ഒരു കൂലിപ്പണിക്കാരനുണ്ടായിരുന്നു. ആ കൂലിപ്പണിക്കാരൻ എന്നും രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ, മീൻസ് കൂലിപ്പണിക്ക് പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ കയറൊന്നുമില്ല, പക്ഷെ ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് കൃഷ്ണ
ഞാൻ വന്നിട്ടേ കൃഷ്ണ എന്ന് പറയും. അതായത് എപ്പോഴും അദ്ദേഹം കൂലിപ്പണിക്ക് പോകുമ്പോൾ അമ്പലത്തിൽ കയറി തൊഴാനൊന്നും അദ്ദേഹത്തിന് സമയമില്ല. പക്ഷെ ഒരു കൃഷ്ണന്റെ അമ്പലത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് അദ്ദേഹം പറയും കൃഷ്ണ ഞാൻ വന്നു കൃഷ്ണ എന്ന് പറയും. അവിടെ അദ്ദേഹം പോകും. അദ്ദേഹത്തിന്റെ വീടിനടുത്താണ് കേട്ടോ അമ്പലം. എന്നിട്ട് തിരിച്ച് അദ്ദേഹം കൂലിപ്പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരും, വിഷമം ക്ഷീണിച്ച് വരും. എന്നാലും അമ്പലത്തിന്റെ മുന്നിൽ ചെന്ന് കൃഷ്ണ ഞാൻ തിരിച്ചു വന്നു കൃഷ്ണ ഞാൻ വന്നു കൃഷ്ണ എന്ന് പറയും. അപ്പോ അത് അദ്ദേഹത്തിന്റെ റുട്ടീനായിരുന്നു. അദ്ദേഹം അങ്ങനെ വലുതായിട്ട് നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക, പൂജിക്കുക ഒന്നുമില്ല. പക്ഷെ എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം ജോലിക്ക് പോണതിന് മുമ്പും വരുമ്പോഴും അത് എവിടെയാണെങ്കിലും അദ്ദേഹം ആ രാവിലെ വൈകുന്നേരം കൃഷ്ണ ഞാൻ വന്ന് കൃഷ്ണ എന്ന് പറയാതെ അദ്ദേഹം ഉറങ്ങില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം രാവിലെ ഇതുപോലെ കൂലിപ്പണിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബസ് വന്ന് ഇടിച്ചു. എന്നിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ കാലൊടിഞ്ഞു കേട്ടോ. അങ്ങനെ കാലൊടിഞ്ഞ് ആസ്പത്രിയിലായി കിടക്കുമ്പോ അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല, കാല് പോയി എന്നാ അല്ലെ കാലൊടിഞ്ഞു എന്നാ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ടെൻഷൻ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തത് രാവിലെയും വൈകുന്നേരവും വന്നിട്ട് അമ്പലത്തിന്റെ മുന്നില് കൃഷ്ണ ഞാൻ വന്ന് കൃഷ്ണ ഇത് പറയാൻ പറ്റണില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഭയങ്കര ഒരു വിമ്മിട്ട. എന്നിട്ട് അദ്ദേഹം കിടന്ന് വിമിഷ്ട അനുഭവിക്കുക. ഞാൻ ഇനിയിപ്പോ ഭഗവാന്റെ അടുത്ത് പോയിട്ട് കൃഷ്ണ ഞാൻ വന്നു ഇനി എപ്പോഴാ ഞാൻ പറയാ എന്ന് പറഞ്ഞു. അങ്ങനെ കിടക്കാണ്, ഭയങ്കര വിഷമത്തിൽ കിടക്കാണ്. എനിക്കൊന്നും പറയാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ആരോ വന്ന് അടുത്തിരിക്കുക. ഒരാള് വന്ന് അടുത്തിരിക്കണു. ആ ഉപബോധ മനസ്സിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോ പറയാണ്, അദ്ദേഹത്തിന്റെ പേര് ജയദേവൻ എന്നായിരുന്നു കേട്ടോ. ജയദേവാ കൃഷ്ണൻ വന്നിട്ടേ കൃഷ്ണൻ ഇതാ വന്നിരിക്കണോ. ജയദേവാ കണ്ണു തുറക്ക്, കൃഷ്ണൻ വന്നിരിക്കണോ നിന്നെ കാണാൻ. നീ എന്താ വരാത്തെ, കൃഷ്ണൻ എന്താ നിന്നെ കാണാൻ വന്നിരിക്കണോന്ന് ഭഗവാൻ. അപ്പൊ അദ്ദേഹം നോക്കുമ്പോ ഭഗവാൻ വന്നിരിക്കുക. അത്രയും കാലവും ഭഗവാനെ ഞാൻ വന്നു എന്ന് പറഞ്ഞു. അത് ഭഗവാൻ മിസ് ചെയ്തു. അപ്പൊ ഭഗവാനെക്കാളും മേലെ അദ്ദേഹം വേറെ ആരെയും സ്നേഹിക്കണില്ല. ഇത്രയും ദുഃഖം ഉണ്ടായിട്ടും വിഷമം ഉണ്ടായിട്ട് കാലൊടിഞ്ഞ് കിടക്കാണ്. ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കണില്ല. ആ വേദനയും ദുഃഖവും ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല. അദ്ദേഹം ആരെയാണ് ഓർത്തോണ്ട് കിടക്കണ? കൃഷ്ണനെ ഓർക്കണു. എന്താണ് ഓർക്കണത്? കൃഷ്ണ ഞാൻ വന്നു കൃഷ്ണ എന്ന് പറയാൻ പറ്റണില്ല, അത് മിസ് ചെയ്യണം. അപ്പൊ ഭഗവാൻ വന്ന് പറയാണ്, ഭഗവാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാല്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യവാരതിയാണ്. നമ്മൾ എന്താണോ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനാണ് വിഷമം വരികയാണ്. അദ്ദേഹം നമ്മളെ മിസ് ചെയ്യാം. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ട് നിങ്ങൾ ഗുരുവായൂർ പോയൊക്കെ ഒരു മാസം പോവാണ്ടിരുന്നാല് നിങ്ങൾക്ക് ടെൻഷനാണ്. അതിലും വലിയ ടെൻഷനായിരിക്കും പുള്ളിക്ക്. അപ്പൊ പുള്ളി എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നിങ്ങളെ അവിടെ എത്തിക്കും. അത് നിങ്ങളൊരു റുട്ടീൻ ആക്കിയിട്ടാ നിങ്ങൾക്കത് നിങ്ങളുടെ മൈൻഡിൽ അത് സെറ്റായി. അവിടെ പോകണം, അവിടെ പോയാലേ എനിക്ക് തൃപ്തി ആവുള്ളൂ എന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനും അത് സെറ്റ് ചെയ്യും. എന്നാ നീ വന്നേ പറ്റുള്ളൂ എന്നെ കാണാൻ. അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാല്. അത്രയ്ക്കും സ്നേഹമാണ്. വേറൊരാളും നമ്മളെ ജീവിതത്തിൽ അത്രയും സ്നേഹിക്കില്ല. ആ സ്നേഹം അവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതാണ് കൃഷ്ണൻ ഭഗവാൻ. അതെന്തുകൊണ്ടാ? അത് നമ്മുടെ ഭക്തി, അത് നൈർമല്യമുള്ളതാണ്. നമ്മൾ വേറൊന്നും അതൊന്നും ആഗ്രഹിക്കില്ല. നമുക്ക് വിഷമം ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരും, സുഖം വരും, ഒന്നും ബാധിക്കുന്നില്ല. അത് വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യണ കാര്യങ്ങൾ. ഇപ്പൊ എന്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ വന്ന് ഇങ്ങനെ കഥ പറയണു, കുട്ടിക്ക് എന്തുണ്ട്, ഒരു വിഷമം ഇല്ല, ഒന്നും പ്രയാസമില്ല, കുറെ പൈസയൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഒരു പ്രയാസമില്ലാവില്ല. ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും എൻ്റെ ഈ ജീവിതത്തിലെ പർപ്പസിന് മാത്രമേ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നുള്ളൂ. എൻ്റെ പർപ്പസ് കുറെ കാര്യങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ ഭക്തജനങ്ങളിൽ എത്തിക്കുക. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ പർപ്പസ്. ഇല്ലാണ്ട് ബാക്കിയൊക്കെ സൈഡാണ്. ഈ ശരീരം സ്വീകരിക്കുമ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് തന്നെ അവസാനം അദ്ദേഹത്തിന് എന്തോ അസുഖം വരുമ്പോ അദ്ദേഹത്തിനോട് ചോദിക്കും, അങ്ങേക്ക് ഇങ്ങനെ വന്നല്ലോ. അപ്പൊ അദ്ദേഹം പറയും, ശരീരമല്ലേ, ഈ ശരീരം നശിച്ചു പോകാൻ കാരണങ്ങൾ വേണ്ടേ, ഈ ശരീരം പോയാലല്ലേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അതുപോലെ കർമ്മദോഷങ്ങൾ തീരണ്ടേ, അത് ശരീരം കൊണ്ടല്ലേ അനുഭവിക്കുള്ളൂ. അതെന്റെ കർമ്മദോഷമാണ്, അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മൾ. ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ സൈഡാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈശ്വരനാണ്. അത് തിരിച്ചറിയാ, സന്തോഷമായിട്ട് സംതൃപ്തിയോടുകൂടി എല്ലാവരോടും സ്നേഹത്തോടുകൂടി സഹാനുഭൂതിയോടുകൂടി ജീവിക്കുക. നമുക്ക് വേണ്ടത് ശാന്തിയാണ്, ശാന്തി സമാധാനം. അങ്ങനെ ശാന്തി സമാധാനവും ഉള്ള ഒരു നല്ല നല്ല ജീവിതം എൻ്റെ ഗോപന്മാർക്ക്, എൻ്റെ സ്വസ്തികയിലെ എൻ്റെ ഭഗവാനെ നിഷ്കാമമായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗോപന്മാർക്ക് എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും.
സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവരും ഏകാദശി എടുക്കുക, ഏകാദശിയുടെ മഹത്വം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, പ്രചരിപ്പിക്കുക, എന്നിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഏകാദശി എടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ പറയണതല്ല, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട രാധാറാണിയാണ് പറഞ്ഞു തരുന്നത് ആ ഗർഗഭാഗവതത്തിലൂടെ. സ്വസ്തികയല്ല പറയുന്നത്, അത് രാധാറാണി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. എല്ലാവരും ഏകാദശി എടുക്കുക, അത് പ്രചരിപ്പിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് സ്വസ്തികയിലുള്ള ആളുകളുടെ കൂട്ടായ്മ വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന ആൾക്കാർ, ഇതിൽ എനിക്കറിയില്ല കേട്ടോ, എല്ലാവരും കൈകൂപ്പുന്നുണ്ട്, എല്ലാവരും ഹരേ കൃഷ്ണ ഇടുന്നുണ്ട്. ആരാണ് എന്താണെന്നുള്ളത് ഭഗവാനേ അറിയുള്ളൂ. അപ്പോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളുമായിട്ട് ചേരുക. അപ്പൊ എന്നാലും ആരിലും ഇപ്പൊ എന്നിൽ പോലും ഒരുപാട് ഓവറായിട്ട് ആരും വിശ്വസിക്കേണ്ട, ആരും എന്നെ സ്നേഹിക്കേണ്ട, ഒരുപാടായിട്ട് ഓവറായിട്ട് എല്ലാവരിലും നമ്മൾ ഭഗവാനെ കാണുക, ആ ഒരു സന്തോഷം അതിൽ സ്നേഹിക്കുക. പക്ഷെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആള് ആ ഭഗവാൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ്, അതും മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവർക്കും ഭഗവാന്റെ രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളായിരുന്നു. പിറന്നാൾ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും. അവള് ഇടവത്തിലെ രേവതി നക്ഷത്രമാണ്. അപ്പൊ ഞാൻ നക്ഷത്രമാണ് ഞാൻ നോക്കുക. അപ്പൊ അവൾക്ക് പിറന്നാൾ ആശംസകൾ ഒത്തിരി പേര് അറിയിച്ചു. സന്തോഷം. എൻ്റെ മോൾക്ക് ആയുസ്സും ആരോഗ്യവും തരാൻ പ്രാർത്ഥിക്കുക. ഇനിയിപ്പൊ ഞാൻ ഇല്ലെങ്കിലും നിങ്ങളൊക്കെ എൻ്റെ മോളെ സ്നേഹിക്കുക, അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക, അവൾക്ക് എപ്പോഴും ഉണ്ടാവുക. നിങ്ങളെല്ലാവരും അമ്മമാരുടെ, ഏട്ടന്മാരുടെ, അനിയത്തിമാരുടെ ഒക്കെ സ്നേഹം അവൾക്ക് കൊടുക്കുക, എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവുക. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ എല്ലാവർക്കും എന്നെ ഇപ്പോൾ എല്ലാവരും സഹോദരിയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ കാണുന്നില്ല, അതുപോലെ. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.